വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി രണ്ട് തീരുമാനങ്ങൾ വരുന്നു. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള ഓൾ പാസ് നിർത്തണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. ഇതോടൊപ്പം 16 ശനികൾ കൂടി പ്രവൃത്തിദിനമാകുന്നു. വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പുതിയ അധ്യയന വർഷത്തെ പ്രവൃത്തി ദിവസങ്ങൾ 220 ഉയർത്താനുള്ള തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഇന്നലെ അധ്യാപക സംഘടനാ യോഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കി. അധ്യാപക ക്ലസ്റ്റർ മീറ്റിംഗ് ദിവസങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയാലും 212 പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് നിലപാട് തേടിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാഭ്യാസ കലണ്ടറിൽ 204 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. 220 പ്രവൃത്തി ദിനമാകുമ്പോൾ 16 ശനിയാഴ്ചകൾ കൂടി ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനാ നേതാക്കൾ തീരുമാനത്തോട് വിയോജിച്ചെങ്കിലും വഴങ്ങാൻ മന്ത്രി കൂട്ടാക്കിയില്ല. കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് 220 പ്രവൃത്തി ദിവസം വേണമെന്നാണ്. അത് ലംഘിക്കുന്നത് കോടതിയിൽ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചട്ടത്തിൽ 220 പ്രവൃത്തി ദിവസം പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞതിന് മുമ്പത്തെ അധ്യയന വർഷം വരെ അത് 194 ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് 204 ദിവസമാക്കിയത്. 6 പ്രവൃത്തി ദിനം തുടർച്ചയായി വരാത്ത 9 ആഴ്ചകളിലെ ശനിയാഴ്ചകൾ കൂട്ടിച്ചേർത്തായിരുന്നു ഇത്. ഇത്തവണ 210 ദിവസമായി വർദ്ധിപ്പിക്കാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ ഇത്തവണയും 205 ദിവസങ്ങൾ മതിയെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മേൽനോട്ട സമിതിയിലെ ധാരണ. എന്നാൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നും സർക്കാരും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇതിൽ 20 ദിവസം വരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇളവ് ചെയ്യാനാകും. എന്നാൽ ഈ വ്യവസ്ഥ യോഗത്തിൽ അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും പ്രത്യേക സാഹചര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തുക പ്രയാസമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. അതായത് പുതിയ അധ്യയന വർഷം 220 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകും. മിക്കവാറും എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമായിരിക്കും. ഇതേസമയം SSLC പരീക്ഷാ മാനദണ്ഡം പരിഷ്കരിക്കുന്നതിനൊപ്പം 1 മുതൽ 9 വരെ ക്ലാസുകളിലെ ഓൾ പാസ് സമ്പ്രദായത്തിലും മാറ്റം വരുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കോൺക്ലേവിൽ പൊതു നിർദ്ദേശം. വാർഷിക പരീക്ഷയിൽ പരാജയപ്പെടുന്നവർക്ക് പരീക്ഷ നടത്തി മികവ് ഉറപ്പാക്കി ക്ലാസ് കയറ്റം നൽകാവുന്നതാണ്.